ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പാപികളെ രക്ഷിപ്പാൻ, പാപം ചുമന്നൊഴിപ്പാൻ, പാപികളെ രക്ഷിപ്പാൻ, പാപം ചുമന്നൊഴിപ്പാൻ, പാപപരിഹാരത്തിൻ യാഗമായി തീർന്ന നാഥ, പാപപരിഹാരത്തിൻ യാഗമായി തീർന്ന നാഥ, കാൽവറിയിൻ കുരിശിൽ കാണുന്ന ദൈവസ്നേഹം, കാൽവറിയിൻ കുരിശിൽ കാണുന്ന ദൈവസ്നേഹം, ദൈവകുമാരനല്ലോ എൻ പേർക്കു യാഗമായി, ദൈവകുമാരനല്ലോ എൻ പേർക്കു യാഗമായി. ദൈവത്തിന് സ്തോത്രം. പാപിയാണ് ഞാനെന്ന് നാം സമ്മതിക്കുമ്പോൾ അപ്പോൾ തന്നെ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് തരികയാണ്, ദാനമായി തരികയാണ്. നമ്മുടെ നീതിപ്രവൃത്തി കണ്ടിട്ടല്ല, മനോഗുണപ്രവൃത്തി കണ്ടിട്ടല്ല, നമ്മുടെ നമസ്കാരത്തിന് മേന്മ കൊണ്ടല്ല, നമ്മുടെ ധ്യാനത്തിന് ഗുണം കൊണ്ടല്ല. ഒരേ ഒരു കാര്യം, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, യേശു എൻ്റെ രക്ഷകൻ, എനിക്ക് വേണ്ടി യേശു കുരിശിൽ മരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ കൈകൾ രണ്ടും കുരിശിന്മേൽ ആണിയടിച്ച് തകർന്നു, യേശുവിൻ്റെ കാലുകൾ രണ്ടും കുരിശിന്മേൽ ആണിയടിച്ച് തകർന്നു. കുരിശിൽ ആണികളാൽ അവിടുന്ന് ബന്ധിതനായി. യേശുവെ, നീ കുരിശിൽ ബന്ധിതനായതുകൊണ്ട് എൻ്റെ ബന്ധനങ്ങൾ നീ അഴിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് വിശ്വാസം. യേശുവെ, നീ കുരിശിൽ ബന്ധിതനായി, ആണി കൊണ്ട് ബന്ധിതനായി. പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് എന്നെ വിടുവിക്കാൻ നീ കുരിശിൽ ബന്ധിതനായി, ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ ആ തിരുരക്തം, കർത്താവെ, എനിക്ക് പാപമോചനം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസമാണ്. ദൈവത്തിന് സ്തോത്രം. നാം പാടുമല്ലോ കുർബാനയുടെ അവസാനത്തെ ഗീതം, തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ, നിൻ ബലിയാലൻ കഷ്ടമാച്ചെന്നൊഴിക്കണമേ, ഗോകുൽത്തായിൽ തന്മാറുറന്നോരുത്തമനേ, ദാഹം നീക്കിയിട്ടൊഴുകിയ നീരാൽ ചോരയാലും. തൻ്റെ ബലിയാൽ പാവിയെ രക്ഷിച്ച ദൈവസുതനായ യേശുവേ, തൻ്റെ ക്രൂശിലെ യാഗത്താൽ പാവിയെ രക്ഷിച്ച ദൈവസുതനായ യേശുവേ, നിൻ ബലിയാൽ, നീ കുരിശിൽ നീ ഏറ്റെടുത്ത മരണത്താൽ, നിൻ ബലിയാൽ എൻ കഷ്ടത മാച്ച് എൻ നോവ് ഒഴിക്കണമേ, എൻ്റെ കഷ്ടതകൾ മായ്ച്ച് കളയണമേ, എൻ്റെ നോവ് ഒഴിവാക്കി തരണമേ. ഈ ലോകത്തിലെ നോവ് മാത്രമല്ല, നിത്യതയിലെ നരകത്തിൻ്റെ വേദന ഒഴിവാക്കി തരണമേ, എൻ കഷ്ടത മായ്ച്ച് തരണമേ, നോവ് ഒഴിവാക്കി തരണമേ. ഗോകുൽത്തായിൽ തൻ മാറു തുറന്നൊരു ഉത്തമനെ, ഉത്തമനായ മിശിഹാ തമ്പുരാനെ, നിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ ചോരയാലും നീരിനാലും എൻ്റെ അന്തർദാഹം ശമിപ്പിക്കണമേ, എൻ്റെ ആന്തരിക ദാഹം ശമിപ്പിക്കണമേ. ഗോകുൽത്തായിൽ തൻ തിരുമാറു തുറന്നൊരു ഉത്തമനെ, ദാഹം നീക്കിയിട്ട് ഒഴിയ നീരാൽ ചോര ചെയ്താലും എൻ്റെ കഷ്ടതകൾ മായ്ച്ചു തരണമേ, എൻ്റെ നോവ് ഒഴിവാക്കി തരണമേ. ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർക്ക് ഇതെല്ലാം അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഈ ഗീതങ്ങളൊക്കെ എഴുതിയത്. പൂർവ്വപിതാക്കന്മാർ എത്ര അനുഗ്രഹീതരായിരുന്നു. പൂർവീക പിതാക്കന്മാർ, പുണ്യപിതാക്കന്മാർക്ക് ഇതെല്ലാം അനുഭവമായിരുന്നു, അതുകൊണ്ട് അവരെല്ലാം എഴുതി വെച്ചു. ഇന്ന് നമുക്കത് ധ്യാനിക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കർത്താവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. സൗജന്യമായി പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരാമെന്നാണ് പറയുന്നത്. എത്രയോ പേര് ഞെളിവിരിക്കൊള്ളുന്നു, പാപത്തിൽ ഞെളിവിരിക്കൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ വന്നു. ഒരു ഉത്തരേന്ത്യയിൽ ഒരു ജോലിയുള്ള സ്ത്രീയാണ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് ഇടയ്ക്ക് ട്രാൻസ്ഫർ കിട്ടും. അങ്ങനെ ഒത്തിരി ഉയർന്ന നിലവാരത്തിലുള്ള ഒരു തസ്തികയിലാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ സൂര്യ ടി വിയിലെ പ്രസംഗം കേട്ടിട്ടാണ് അന്ന് വന്നത്. എന്നെ കാണണമെന്ന് വിചാരിച്ച് വന്നു. നാട്ടിലാണ്, അവരുടെ വീട് നാട്ടിലാണ്, പക്ഷേ എന്നെ കാണാൻ വന്നത് പ്രസംഗം കേട്ടതുകൊണ്ടാണ്. സ്ത്രീ വന്നു, സംസാരിച്ചു, സാറേ എനിക്ക്
ഒട്ടേറെ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഓഫീസിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, എൻ്റെ ജോലിയിൽ ക്രമക്കേട് വന്നിട്ടുണ്ട്, പലതരം തെറ്റുകൾ വന്നിട്ടുണ്ട്. എനിക്ക് മോചനത്തിന് എന്താണ് സാധ്യത? ഞാൻ പറഞ്ഞു, എല്ലാ പാവം നിങ്ങൾ ഹൃദയപൂർവ്വം ദുഃഖിച്ച് അനുതാപത്തോടെ ഏറ്റു പറഞ്ഞാൽ മാറുമല്ലോ, ഭയപ്പെടണ്ട. ഇനി മേലിൽ പാവം ചെയ്യാതെ ജീവിച്ചാൽ മാത്രം മതി, ഒരു പാവവും വരരുത്. അക്കാര്യം ഉറപ്പാണ് സാറേ, അക്കാര്യം ഉറപ്പാണ് സാറേ. എനിക്ക് അത് ഈ പാപം മോചിച്ച് കിട്ടിയെന്ന് എങ്ങനെയാണ് ഉറപ്പ് വരുന്നത്? അതെങ്ങനെയാണ് അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾ ആത്മാർത്ഥമായി മേലിലെ പാവം വരികയില്ലെന്ന് നിങ്ങൾക്ക് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് മോചനം തരും, ഭയപ്പെടേണ്ട. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ദർശനം തന്നു. ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു വലിയ തെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടേതല്ലാത്ത ഒരു വലിയ എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, വലിയൊരു എമൗണ്ട് നിങ്ങളുടേതല്ലാത്തതാണ്. ഇല്ല സാർ, ഞാൻ ആരുടെയും മോഷ്ടിച്ചെടുത്തിട്ടില്ല, ഞാൻ ആരുടെയും വലിച്ചെടുത്തിട്ടില്ല, എനിക്ക് അക്കാര്യം എനിക്കിത് ഉറപ്പാണ്. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. കർത്താവിൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരിൽ വലിയൊരു എമൗണ്ട് ഉണ്ട്, അത് നിങ്ങളുടേതല്ല, അത് നിങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ നിത്യനരകത്തിലേക്ക് പോകും. ആ സ്ത്രീ ഇല്ല സാർ, അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല, ഞാൻ ഒരിക്കലും എൻ്റെ എടുത്തിട്ടില്ല. ഞാനിത്രയും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സൗകര്യം ചിന്തിക്കുക, ഏതായാലും സത്യം സത്യമാണ്, വചനമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് തന്നതാണ്. ഞാൻ പിന്നെ അകത്തേക്ക് കയറിപ്പോയി കുറച്ച് കഴിച്ചപ്പോഴൊന്നും അവൾ സ്ത്രീ പോയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല സാർ, എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. ഞാൻ ഒരിക്കൽ 2 സ്ത്രീകൾ എൻ്റെ ഓഫീസിൽ വന്നിരുന്നു. അവർ ഒരു സാമൂഹിക പ്രവർത്തകരാണ്. അവരുടെ ഒരു കൾച്ചറൽ സൊസൈറ്റിക്ക് വേണ്ടി ഒരു ലൈസൻസ് കിട്ടാനായിട്ട് എൻ്റെ അടുക്കൽ വന്നതാണ്. ലൈസൻസ് കൊടുക്കുന്ന അതോറിറ്റി ഞാനായതുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. ലൈസൻസ് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തതിന് ശേഷം അവരും പോയി, അവരതുകൊണ്ട് പോയി, ലൈസൻസ് കൊണ്ട് പോയി. പക്ഷേ അവരുടെ ഒരു ഹാൻഡ് ബാഗ് എൻ്റെ മേശപ്പുറത്തിരുന്നിരുന്നു. അവർ ഒന്ന് എടുത്തുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചു. അവർ ലോക്കൽ ട്രെയിനിന് വന്നതാണ്. ട്രെയിനിന് വന്ന ഒരു ട്രെയിനിൽ കയറിപ്പോയി കാണും. പക്ഷേ എന്നാലും ബാഗ് അന്വേഷിച്ച് അവർ തിരിച്ചു വരും ഞാൻ വിചാരിച്ചു. 3 ദിവസം എൻ്റെ മേശപ്പുറത്ത് തന്നെ ഞാൻ വെച്ചിരുന്നു. പിന്നെ ഞാനതെടുത്ത് എൻ്റെ സേഫിനകത്ത് വെച്ചു. ബാഗിൽ എന്തുണ്ടെന്ന് ഞാൻ നോക്കിയില്ല, ഞാൻ തുറന്നില്ല. അത് അവർ വന്ന് കൊണ്ടുപോയിക്കോളല്ലോ. പക്ഷേ അവർ വന്നില്ല. ഏതാനും മാസങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്തു, വന്നില്ല. അങ്ങനെ ഇരിക്കെ എനിക്കൊരു വലിയൊരു എമൗണ്ട് എനിക്ക് ആവശ്യമായി വന്നു, എൻ്റെ പേഴ്സണൽ വ്യക്തിപരമായിട്ട് കാര്യത്തിന്. അതിന് ആ എമൗണ്ട് അത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. ഇങ്ങനെ ഒരു ബാഗുണ്ടല്ലോ, ആ ബാഗിൽ ഒരു രൂപ വല്ലതും കാണുമോ? ഏതായാലും ഉടമസ്ഥർ വന്നില്ലല്ലോ, അത് നോക്കട്ടെ. നോക്കിയപ്പോൾ ഇറ്റ് വാസ് എ ഹ്യൂജ് എമൗണ്ട്. അത് വലിയൊരു എമൗണ്ടായിരുന്നു സാറേ. ഞാനത് ഉപയോഗിച്ചു. എനിക്കൊരിക്കലും എൻ്റെ വേണമെന്നില്ല, ഞാൻ ഒട്ടും ആഗ്രഹിച്ചതുമല്ല. പക്ഷേ അവർ മറന്നു വീട്ടിച്ച് പോയി. ഞാൻ പിന്നെ അവരെ നോക്കി, അവരെ വിളിച്ചറിയിക്കാൻ നോക്കി. പക്ഷേ ഞാൻ അവരെ വിളിച്ചറിയിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ വേറൊരു സ്റ്റേറ്റിലേക്ക് ഞാൻ ട്രാൻസ്ഫർ കിട്ടി പോരുകയും ചെയ്തു. അപ്പോൾ അതാണോ സാർ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് എമൗണ്ട്. നിങ്ങളുടെ അവകാശപ്പെടാത്തത് നിങ്ങളുടെ കൈവശം വന്നു. നിങ്ങൾ മനസ്സറിഞ്ഞ് പിടിച്ചു വച്ചതൊന്നുമല്ല, പക്ഷേ നിങ്ങൾക്ക് അവകാശപ്പെടാതെ നിങ്ങളുടെ കൈവശം വന്നു. നിങ്ങൾക്ക് ബന്ധനമാണ്, അത് നിങ്ങൾക്കൊരു വലിയ ബന്ധനമാണ് സാറേ. ഇനി അതിനെന്താ ചെയ്യുക? അതിനെ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ഒന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ വേദനിക്കണം. തെറ്റ് പറ്റിയെന്നുള്ളത് ദൈവസന്നിധിയിൽ അലറി കരയണം. അന്യൻ്റെ ഇത് കൈവശം വന്നു പോയില്ലേ, അത് നിങ്ങൾക്കൊരു ശാപമാണത്. അന്യൻ സമ്പാദിച്ച സ്വത്തല്ലേ നിങ്ങളുടെ കൈവശം വന്നത്, വലിയ തെറ്റാണത്. എന്നാൽ അത് മാത്രമല്ല നിങ്ങളത് തിരിച്ചു കൊടുക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. എങ്ങനെയെങ്കിലും കൊടുത്തേ പറ്റൂ എന്ന് നിർബന്ധം ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാൻ പറ്റിയനെ. നിങ്ങൾ ആ സ്റ്റേറ്റിൽ പോയി അവർ ഇത്തിരി റിസ്ക് എടുക്കണം, കുറച്ച് വിഷമിക്കണം, കുറച്ച് പ്രയാസപ്പെടണം, അധ്വാനിക്കണം. അവിടെ പോയി ആ സ്ഥാപനം ഏതാണെന്ന് അന്വേഷിക്കണം. അവിടെ നിങ്ങൾ അത് കണ്ടുപിടിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്, നാശമാണ്. സാറേ ഞാൻ ചെയ്തോളാം, ഞാൻ ആ കാര്യം ചെയ്തോളാം. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, മനസ്സറിയാതെ ഒരു ബന്ധമെന്ന് കയറിയതാണ്. ഒരു ബന്ധനം, പൈശാചിക ബന്ധനം. സ്നേഹിതരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടേതല്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ കൈവശമുണ്ടോ? എന്തെങ്കിലും നിങ്ങളുടേതല്ലാത്തത്, നിങ്ങൾ അല്ലാത്തത് ഏതെങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടോ? നിങ്ങളതെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ? നഷ്ടമാണ്, നഷ്ടം നിങ്ങൾക്കാണ് നഷ്ടം.
അതിൻ്റെ ഉടമസ്ഥനല്ല നഷ്ടം, നിങ്ങൾക്കാണ് നഷ്ടം. ഉടമസ്ഥന് ആ സാധനം പോയി എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നഷ്ടം ആത്മാവിന് നഷ്ടമാണ്, തീരാത്ത നഷ്ടമാണ്. നരകത്തിലേക്ക് പോകുന്ന ഭയാനകമായ അവസ്ഥയാണ് വരുന്നത്. പിശാചിൻ്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞു, സാത്താൻ്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞു. ചിന്തിച്ച് നോക്കണം, എൻ്റേതല്ലാത്തത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, അപ്പം എനിക്ക് തരേണ്ട സ്വത്തും തന്നില്ല. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ അവിടെ ഒരു മാല ഇരിക്കുന്നുണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വന്നു. അപ്പം എനിക്ക് തരേണ്ടതും തന്നില്ല. അനീതിക്കാണെങ്കിൽ ഇഷ്ടം പോലെ കൊടുത്തു, എനിക്ക് തന്നില്ല. അപ്പോൾ ഞാൻ എടുത്ത് തെറ്റൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അതും തെറ്റ്. അപ്പൻ മനസ്സറിഞ്ഞ് തരാതെ, സന്തോഷത്തോടെ തരാതെ ഒന്നും വാങ്ങരുത്, ഒന്നും എടുക്കരുത്, സ്വന്തമായിട്ട് എടുക്കരുത്. നഷ്ടമല്ല. നിങ്ങളുടെ അപ്പൻ തിരിച്ചുവേദം കാണിച്ചെങ്കിൽ അപ്പനാ നഷ്ടം, അപ്പൻ്റെ പാവം. നിങ്ങൾക്ക് തരേണ്ട സ്വത്ത് അപ്പൻ വീതിച്ച് തന്നില്ലെങ്കിൽ അപ്പനാ നഷ്ടം, അപ്പൻ്റെ ആത്മാവിന് നഷ്ടം. പക്ഷേ നിങ്ങൾക്ക് കുഴപ്പമൊന്നും വരില്ല, നിങ്ങൾക്ക് കുറവും വരില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാകുമോ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സാത്താൻ അവകാശമുള്ളത് എന്തെല്ലാം ഉണ്ടോ എല്ലാം പറിച്ചെറിഞ്ഞ് കളഞ്ഞുകൊള്ളുക. എന്തെല്ലാം ഉണ്ടോ, അശുദ്ധമായ ജീവിതം, അശുദ്ധമായ ബന്ധങ്ങൾ, അഴുക്കായ ബന്ധങ്ങൾ, ഹീനമായ ജീവിതം, പുറത്തു പറയാൻ അറയ്ക്കുന്നതായ ബന്ധങ്ങൾ. ചെറുപ്പക്കാരല്ല മുതിർന്നവരും സ്വന്തം ഭാര്യയല്ലാതെ അന്യ സ്ത്രീകളുടെ കൂടെ ജീവിക്കാൻ പോകുന്നു. അവിവാഹിതരായ ചിലർ വിവാഹത്തിന് മുൻപ് പെൺകുട്ടികളുമായി അടുത്ത് പെൺകുട്ടികളെ വലവീശി പിടിച്ച് അനർത്ഥത്തിലേക്ക് പോകുന്നു, നാശത്തിലേക്ക്, അഴുക്കിലേക്ക് പോകുന്നു. ചീത്ത ശീലങ്ങൾ. ഞാൻ പറയാറുണ്ടല്ലോ, ഈ മാടക്കടകളിൽ നിന്നും നിങ്ങൾ വാങ്ങിച്ച് കഴിക്കരുത്. ഈ കഞ്ചാവ്, മയക്കുമരുന്ന് മുതലായ സാധനങ്ങളെല്ലാം സുലഭമായി കിട്ടും. ഒന്നും തുടരുത്. ആരെങ്കിലും സൗജന്യമായി തന്നാലും തുടരുത്. ഒന്നും എടുത്തു പോകരുത്. അതെല്ലാം നിങ്ങളെ അപകടത്തിലേക്ക് നയിക്കും, അനർത്ഥത്തിലേക്ക് നയിക്കും. പ്രണയലേഖനങ്ങൾ, പ്രേമ അഭ്യർത്ഥനകൾ, ഇതെല്ലാം നാശത്തിലേക്ക് കൊണ്ടുപോകും. ഇതെല്ലാം യൗവന ചാബല്യങ്ങൾ എന്ന് വിചാരിച്ച് വെറുതെ തള്ളിക്കളയേണ്ട കാര്യങ്ങളല്ല. എല്ലാം മഹാഭാവങ്ങളാണ്. പിശാചുക്കൾ കൂട്ടം കൂടി വിഴുങ്ങിക്കളയും. അവസാനം നരകത്തിലേക്ക് കൊണ്ടുപോയി തള്ളുകയും ചെയ്യും. പിശാചുക്കൾ കൂട്ടത്തോടെ ചിരിക്കും. നരകത്തിൽ കിടന്ന് നിങ്ങൾ പിടയുമ്പോൾ പിശാചുക്കൾ ചിരിക്കും. ദൈവ സൃഷ്ടിയെ ഇനി കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് പിശാചുക്കൾ ആനന്ദത്തോടെ അവൻ കൂത്താടും. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ മരിച്ചിരിക്കുന്നു. ആത്മാവിൽ മരണം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ബന്ധനം വന്നു, മരണം. പുറമേ മരിച്ചിട്ടില്ല, അകമേ മരണം. അകമേ മരിച്ച മനുഷ്യന് ജീവൻ ആവശ്യമാണ്. അതാണ് യോഹന്നാൻ 3:3 കർത്താവ് പറയുന്നത്. യോഹന്നാൻ 3:3 ശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന ഉത്തരം പറഞ്ഞു. നിക്കോദീമോസ് എന്ന് പറയുന്ന ഒരു പ്രമാണി, വലിയൊരു പരീക്ഷ പ്രമാണിയാണ്, വലിയ ന്യായശാസ്ത്രിയാണ്, പണ്ഡിതനാണ്, സന്നദ്ധി സംഘത്തിലെ അംഗമാണ്, ദേവാലയത്തിലെ മുഖ്യ ഉപദേഷ്ടാവുമാണ്. ആ നിക്കോദീമോസ് രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നു. കർത്താവിനോട് പറഞ്ഞു, ഗുരു, നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നീ ഒരു സാക്ഷാൽ യഥാർത്ഥമായി ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ നീ ഉപദേഷ്ടാവായി വന്നവനാണ്, നീ ഒരു നല്ല ഉപദേഷ്ടാവാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും കർത്താവ് പറഞ്ഞു, നിർത്ത്, എന്നെ പ്രശംസിച്ചെന്ന് പറയണ്ട. പുതുതായി ജനിച്ചില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിൽ കിടക്കുകയില്ല. എന്നെ പ്രശംസിച്ചുകൊണ്ടും ദൈവരാജ്യത്തിൽ കിടക്കുകയില്ല. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്ന് നീ പറഞ്ഞിട്ടും ദൈവരാജ്യത്തിൽ നീ കിടക്കുകയില്ല. എന്നെക്കുറിച്ച് എത്ര നല്ല അഭിപ്രായം നീ പറഞ്ഞാലും നീ ദൈവരാജ്യത്തിൽ കിടക്കുകയില്ല. നീ ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ നീ പുതുതായി ജനിക്കണം. പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. നിക്കോദീമോസിന് മനസ്സിലായില്ല, എന്തായി പറയുന്നത്, പുതുതായി ജനിക്കുകയെ എങ്ങനെ സാധിക്കുമത്? കർത്താവ്, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവാണല്ലോ, എന്നിട്ട് നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? നിക്കോദീമോസ് പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. അവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ വെറും വെള്ളമല്ല, അത് വചനമാണ്. വെള്ളം, ദ വാട്ടർ ഓഫ് ലൈഫ്, ജീവൻ്റെ വചനം, അതാണ് ജീവൻ്റെ വചനം. വെള്ളത്താൽ ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ആത്മാവിനാൽ ജനനം വരണം, തിരുവചനം കേട്ട് ജനനം വരണം, വീണ്ടും ജന്മം തരുന്നതായ വചനം. കെടുന്ന ബീജത്താലല്ല, കടാത്തതിനാൽ നിലനിൽക്കുന്ന ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവവചനം വരണം, ദൈവവചനം കേട്ട് മാനസാന്തരപ്പെടണം. അങ്ങനെയാണ് വീണ്ടും ജനം കിട്ടുന്നത്. ഒന്നും മനസ്സിലായില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. കർത്താവ് പറഞ്ഞു, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് തോന്നുന്നു, അതിന് ശബ്ദം നീ കേൾക്കുന്നു, അത് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു നീ അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചാൽ ഇങ്ങനെയായിരിക്കും.
കാറ്റ് വീശുന്നു. കാറ്റ് നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ കാറ്റിനെ? കാണാൻ പറ്റില്ല. പക്ഷേ കാറ്റ് വീശുമ്പോൾ അപ്പോൾ മരത്തിൻ്റെ ചില്ലകൾ ചലിക്കുന്നത് നാം കാണുന്നു, ചില ഇലകളെല്ലാം കൊഴിഞ്ഞു വീഴുന്നത് നാം കാണുന്നു. കാറ്റ് വീശുമ്പോൾ പൊടിയോടെല്ലാം പടർന്ന് ആകെ വിതറുന്നത് നാം കാണുന്നു. കാറ്റ് വീശുമ്പോഴുള്ള അതിൻ്റെ റിസൾട്ട് നാം കാണുന്നു, അതിൻ്റെ ഫലം നാം കാണുന്നു, കാറ്റിനെ കാണുന്നില്ല. എന്നതുപോലെ ആത്മാവിനാൽ ജനിച്ചു കഴിയുമ്പോൾ ഫലം കാണണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാക്കുന്നു. ആത്മാവിനാൽ ജനിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഫലം കാണും. ആത്മാവിനാൽ ജനിച്ചു കഴിഞ്ഞാൽ പഴയ കോപമില്ല, പഴയ വാശിയില്ല, പഴയ പിണക്കമില്ല, പഴയ ശാഠ്യമില്ല, പഴയ അഴുക്കായ ചിന്തകളില്ല, പഴയ ചീത്ത കൂട്ടുകെട്ടില്ല, പഴയ വെറുക്കൂത്തില്ല, പഴയ സിനിമയില്ല, പഴയ അശുദ്ധ ജീവിതമില്ല. എല്ലാം ആത്മാവിനാൽ ജനിച്ചാൽ പഴയതെല്ലാം മാറി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. പുതിയ അനുഭവം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലല്ലേ ഞാൻ പറയുന്നത്? ലളിതമല്ലേ? ഞാൻ ആത്മാവിനാൽ ജനിച്ചവനല്ലായിരുന്നു. നമസ്കാരം ഉണ്ടായിരുന്നു, പള്ളി പോകുമായിരുന്നു, നമസ്കാരം എല്ലാം കൃത്യമായിട്ട്, നോമ്പെല്ലാം കൃത്യമായിട്ട്, എല്ലാം ചിട്ടപ്പെടാൻ കഴിയുന്നു. മനസ്സറിഞ്ഞൊരു വേണ്ടാതിനത്തിന് പോയിട്ടുമില്ല. അരുതാത്ത ഒരു കാര്യം വന്നില്ല. പോലിച്ചില്ല, മദ്യപിച്ചില്ല, വൃത്തികെട്ട ജീവിതമില്ല, സിനിമയില്ല, കൂട്ടുകെട്ടില്ല, കൊള്ളരാത്ത ഒന്നുമില്ല. എന്നാൽ എൻ്റെ ഉള്ളിൽ തിന്മയുണ്ടായിരുന്നു, പാവമുണ്ടായിരുന്നു. ഉള്ളിൽ ചിലരുടെ നീരസം ഉണ്ടായിരുന്നു, ചിലരുടെ ഇഷ്ടക്കേടുണ്ടായിരുന്നു, ചിലരുടെ മുഷിച്ചിലുണ്ടായിരുന്നു, ഉള്ളിൽ നിരാശയും ഉണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ. നിരാശ, ഒരു വയസ്സപ്പം മരിച്ചതുകൊണ്ടുള്ളതായ ആ നിരാശ എങ്ങനെ വിഷമിച്ച് വലഞ്ഞ് മനസ്സ് ഉരുകിയാൻ കഴിയുകയായിരുന്നു. കോപം, ഭയങ്കരമായ കോപം എനിക്കുണ്ടായിരുന്നു, ഭയങ്കരമായ കോപം. ദൈവത്തിന് സ്തോത്രം. 17-ാമത്തെ വയസ്സിൽ വചനം കേട്ടപ്പോൾ അപ്പോഴെനിക്ക് മനസ്സിലായത് ഞാനൊരു പാപിയാണ് എന്ന്. അതുവരെ എനിക്ക് പാവമില്ലല്ലോ, മറ്റാളുകൾ പാവം എന്ന് പറയുന്നത് എനിക്കില്ല. മനസ്സറിഞ്ഞ് ആരെയും ഉദ്ധരിച്ചിട്ടില്ല, ഒരു ചീത്ത വാക്ക് പറഞ്ഞിട്ടില്ല, ആർക്കും എതിരെ ഒന്നും മിണ്ടിയിട്ടില്ല, കഴിവുള്ള ഉപകാരം ചെയ്തിട്ടേ ഉള്ളൂ. കുഴപ്പമില്ലല്ലോ. സൺഡേ സ്കൂളുണ്ട്, പള്ളിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ മുൻപന്തിൽ തന്നെയാണ്. ഞാൻ അയ്മേനിയാണെങ്കിൽ ഞാൻ മധുവായുടെ താഴെയുള്ള തടയിൽ നിന്നുകൊണ്ട് ശ്ലീഹ വായിക്കും. ആദ്യം പഴയം വായിക്കുന്ന, പഴം വായിക്കുന്ന സമയത്ത് പഴയം വായിക്കും. ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ശുശ്രൂഷയ്ക്ക് അങ്ങനെ കൂടിക്കൊണ്ടിരുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ ഉള്ളം ചീഞ്ഞിരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. ഹൃദയത്തിൽ ദുഷ്ടതയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, ഹൃദയത്തിൽ അശുദ്ധിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, ഹൃദയത്തിൽ തിന്മയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. വചനം കേട്ടപ്പോൾ കണ്ണു തുറന്നു, വചനം കേട്ടപ്പോൾ ഹൃദയം തുറന്നു. മനസ്സിലായി, ആത്മാവ് മരിച്ചിരിക്കുന്നു. അന്ന് ദൈവസേനയിൽ വലിയൊരു തീരുമാനം എടുത്തു, വലിയൊരു തീരുമാനം. ഇനി ഞാൻ പഴയ മനുഷ്യനല്ല. ഇന്നു മുതൽ യേശുവേ ഞാൻ നിൻ്റെ വക, ഇന്നു മുതൽ യേശുവേ ഞാൻ നിൻ്റെ വക. പിന്നെ ഒരു സമാധാനത്തിൻ്റെ ജീവിതമായിരുന്നു, പിന്നെ പ്രത്യാശയുടെ ജീവിതമായിരുന്നു, പിന്നെ സന്തോഷം നിറഞ്ഞൊരു ജീവിതമായിരുന്നു, പിന്നെ സ്നേഹം എന്തായെന്ന് അറിഞ്ഞ് അനുഭവിക്കുന്ന ജീവിതമായിരുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഹൃദയത്തിൽ ആ സ്നേഹം നിറയാൻ തുടങ്ങി. ആ സ്നേഹത്തിൽ കൂടി എല്ലാവരെയും കാണാൻ തുടങ്ങി. ക്രിസ്തുവിൻ്റെ ഭാവത്തോടെ എല്ലാവരെയും നോക്കാൻ തുടങ്ങി. പാവം ചെയ്യുന്ന മനുഷ്യനോടും പാവത്തോടും അറപ്പും വെറുപ്പും തോന്നി. പാവം വിട്ട് വരുന്ന പാവിയോട് സ്നേഹവും അനുകമ്പയും തോന്നി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്നെ പയ്യെ മനയാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിലാകെ കർത്താവ് രൂപാന്തരം വരുത്താൻ തുടങ്ങി. വലിയ വ്യത്യാസങ്ങൾ വന്നു. ദൈവത്തിന് സ്തോത്രം. ഭൗതികമായി എനിക്ക് ഐശ്വര്യം തോന്നുന്നു, ഭൗതികമായിട്ടും. ആത്മീയമായിട്ട് ജീവൻ കിട്ടിയതോടുകൂടി എല്ലാം നേരെയായി. രോഗങ്ങൾ മാറി. എന്നൊക്കെ ആ ചെറുപ്രായത്തിൽ രോഗം ഉണ്ടായിരുന്നു. രോഗങ്ങൾ മാറുന്നു, പ്രയാസങ്ങൾ മാറുന്നു, ആകുലങ്ങൾ മാറുന്നു, ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കൊരു പൊറുതി വരുന്നു, എൻ്റെ ജീവിതം അഭിവൃദ്ധിപ്പെടുന്നു. എല്ലാ രംഗത്തും അഭിവൃദ്ധി, എല്ലായിടത്തും. സ്തോത്രം. ഒറ്റയ്ക്കൊരു കാരണം, എൻ്റെ അഭിവൃദ്ധിക്ക് ഒറ്റയ്ക്കൊരു കാരണം കർത്താവായ യേശു മാത്രം. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രം. എന്നെ ഞാൻ ഇന്ന് ആയിരിക്കുന്നത്, ഞാനാക്കിയത് യേശുവാണ്. ഈ സമാധാനം തന്നത് യേശുവാണ്. എനിക്ക് ആശ്വാസം തന്നത് യേശുവാണ്. എൻ്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്നത് യേശുവാണ്. എൻ്റെ ആത്മാവിൻ്റെ മരണം മാറ്റി എനിക്ക് ജീവൻ തന്നത് യേശുവാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് യേശുവിനെ വേണമോ? യേശു ഇതാ ക്രൂശിന്മേൽ കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അരിമത്തിക്കാരൻ യോസേഫും നിക്കോദിമോസും കൂടെ
കല്ലറയ്ക്കൽ ചെന്നു. ആ കുരിശ് പാറയിലെ വെള്ളയിൽ താഴ്ത്തി വെച്ചിരുന്നതായി കുരിശ് പയ്യെ അവർ ചായച്ചു. അവർ രണ്ടുപേരും കൂടെ ചായച്ചു. അരിമത്യക്കാരൻ യോസേപ്പ് ഒരു ശീലയെടുത്ത് ചുറ്റിയിരുന്നു. ആ മാറിലേക്ക്, അരിമത്യക്കാരൻ യോസേപ്പിൻ്റെ മാറിലേക്ക് ഓരോ ആണി ഊരി ഊരി യേശുവിൻ്റെ ശരീരം ചാഞ്ഞു വന്നപ്പോൾ ആ മാറിലേക്ക് ചാരി കിടത്തി. കർത്താവിൻ്റെ ശരീരം അരിമത്യക്കാരൻ യോസേപ്പിൻ്റെ മാറിലായി. അവർ രണ്ടുപേരും കൂടെ നടന്നു. അവിടെ കല്ലറയ്ക്കൽ ദൈവത്തിന് സ്തോത്രം, കല്ലറയിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അരിമത്യക്കാരൻ യോസേപ്പ് കർത്താവിൻ്റെ തിരുശരീരം ചുമന്നു. നിക്കോദിമോസ് കൂടെ നിന്നു. അനുഗ്രഹമായ ഒരു അനുഭവമായിരുന്നു. യേശുവിൻ്റെ തിരുശരീരം ഏറ്റുവാങ്ങി. ഇന്ന് എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്ക് യേശുവിൻ്റെ തിരുശരീരം നിങ്ങൾക്ക് ഏറ്റുവാങ്ങാം. നിങ്ങൾ ചെയ്ത പാപം മൂലം കുരിശിൽ മുറിവേറ്റ് കിടക്കുന്ന, ആണിയടിച്ച് കിടക്കുന്ന യേശുവിനെ നിങ്ങൾക്ക് ആ ആണികൾ ഊരി ഊരിയെടുത്ത്, കർത്താവേ, ഞാൻ മൂലമാണല്ലോ നിൻ്റെ കയ്യിൽ ആണിയടിച്ചത്, എൻ്റെ പാവം മൂലമാണല്ലോ നിൻ്റെ കയ്യിൽ ആണിയടിച്ചത്, എൻ്റെ പാവം മൂലമാണല്ലോ നിൻ്റെ ശിരസിൽ മുൾമുടി വെച്ചത്, എൻ്റെ പാവം മൂലമാണല്ലോ നിൻ്റെ കാലിൽ ആണിയടിച്ചത്, എൻ്റെ കർത്താവേ, നിൻ്റെ പുറം ഒഴിവുചാല് പോലെ കയറിയതിന് കാരണം ഞാനാണല്ലോ, എൻ്റെ പാവമാണല്ലോ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവേ, ഈ പാവിയെ എന്നോട് കണ്ടു തോന്നണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ യേശുവിനെ മാറോടക്കി ചേർത്ത് പിടിക്കുക. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ തിരുശരീരം നിങ്ങളുടെ മാറോട് ചേരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശു നിങ്ങളെ വിട്ടു പോകുകയില്ല, നിങ്ങളെ മാറി കടന്നു പോകുകയില്ല. നിങ്ങളെ സ്നേഹിച്ച യേശുവിൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെയും കൂട്ടിക്കൊണ്ട് പോകാം, യേശുവിനെയും വഹിച്ചുകൊണ്ട് പോകാം. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ യേശു, ക്രൂശിക്കപ്പെട്ടതിനായി യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിനായി നിങ്ങളുടെ കൂടെ വരും. അവൻ നിങ്ങളുടെ കൂടെ നടന്നു വരും. അവൻ നിങ്ങളുടെ തോളിൽ കൈയിടും. നിങ്ങളുടെ തോളിൽ അവൻ്റെ കൈ വെച്ചുകൊണ്ട് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് അവൻ നടക്കും. ദൈവത്തിന് സ്തോത്രം. ശുഭകരമായ വഴിയിൽ കൂടി അവൻ നിങ്ങളെ ചേർത്തുകൊണ്ട് നടക്കും. ദൈവത്തിന് സ്തോത്രം. പാപത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ പോകാതെ അവൻ തടുക്കും. എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കും. അന്ത്യത്തോളം നിങ്ങൾ നടത്തും. നിത്യ പറുദീസായിലേക്ക് അവൻ ചേർക്കും. നിങ്ങൾ നിത്യ ജീവൻ്റെ അനുഭവത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ ഭാവി ശോഭനമാകും. നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി തീരും. നിങ്ങൾ മക്കളെ സ്നേഹിക്കുന്നവരായി തീരും. നിങ്ങളുടെ ജീവിതം ഭാസുരമായി തീരും. നിങ്ങളുടെ ഭാവി ശോഭനമായി തീരും. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. യേശു ഇതാ നിങ്ങളുടെ അരികത്തുണ്ട്. ഉയർത്തെഴുന്നേറ്റ് മെസ്സിഹ നിങ്ങളുടെ അരികത്തുണ്ട്. നിങ്ങൾ നോക്കിയാൽ പുറമേ കാണുന്നില്ലെങ്കിലും യേശു നിങ്ങളുടെ അരികത്തുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക. ആ യേശുവിൻ്റെ തൃക്കരം നിങ്ങളെ തൊടുവാൻ നിങ്ങളുടെ നേരെ നീട്ടുന്നു. ആ തൃക്കരം നിങ്ങളെ തൊടുമ്പോൾ പാപക്കറകൾ മാറുന്നു. ആ തൃക്കരം നിങ്ങളെ തൊടുമ്പോൾ നിങ്ങളുടെ അശുദ്ധിയെല്ലാം മാറുന്നു. ആ തൃക്കരം നിങ്ങൾ തൊടുമ്പോൾ പാപത്തിൽ മരിച്ച മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്നു. എൻ്റെ ദൈവമേ, നീ എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചല്ലോ, ഞാൻ പുതിയ സൃഷ്ടിയായല്ലോ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളുടെ ഇനിയുള്ള കാലം കഴിപ്പാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. എന്തോ ഒരു മഹാഭാഗ്യം, എന്തോ ഒരു മഹാസന്തോഷം. ക്രിസ്തീയ ജീവിതം മധുരമാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യമാണ്. ക്രിസ്തീയ ജീവിതം ആനന്ദദായകമാണ്. ക്രിസ്തീയ ജീവിതം മധുരതരമായ അനുഭവമാണ്. യേശുവിനോട് ചേർന്ന് നടക്കുക. യേശുവിന് വേണ്ടി നമ്മുടെ ആയുസ് ചെലവഴിക്കുക. ഈ ആയുസ് യേശുവിന് വേണ്ടി ചെലവഴിക്കുക. ആളുകൾ പരിഹസിച്ചു കൊള്ളട്ടെ, ആളുകൾ നിന്ദിച്ചു കൊള്ളട്ടെ, ആര് നിങ്ങളെ വെറുത്തു കൊള്ളട്ടെ, ആരെല്ലാം നിങ്ങളെ പകച്ചു കൊള്ളട്ടെ. ദൈവമേ, ആരെല്ലാം പകച്ചാലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. യേശു നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. യേശു നിങ്ങളുടെ വേദനകൾ ഏറ്റെടുക്കും. നിങ്ങളുടെ നൊമ്പരങ്ങൾ യേശു ഏറ്റെടുക്കും. നിങ്ങളുടെ ഭാരങ്ങൾ യേശു ഏറ്റെടുക്കും. നിങ്ങളുടെ മുഖം യേശുവിൻ്റെ ജോലിലേക്ക് വയ്ക്കും. നിങ്ങൾ ഇനി ഭാരം ചുമന്ന് തളരേണ്ട. നിങ്ങൾ ആകുലമേറ്റ് വിഷമിക്കേണ്ട. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം, ചുമടുകളെല്ലാം യേശു ഏറ്റെടുക്കും. ആ യേശു നിങ്ങളുടെ കൂടെ നടക്കും. അവൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് നിങ്ങളുടെ ഒപ്പം നടക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ സ്വതന്ത്രനാക്കി കൂട്ടിക്കൊണ്ടു പോകും. സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. ഭാരങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, പിശാചിൽ നിന്ന് സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം നിന്ന് നിങ്ങൾ നടത്തും. ദൈവത്തിന് സ്തോത്രം. ആർക്ക് വേണം ഈ യേശുവിനെ? യേശു നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. ഈ യേശുവിനെ ആർക്ക് വേണം? ഹല്ലേലൂയ. ഈ യേശുവിനെ നിങ്ങൾക്ക് വേണമോ പ്രിയപ്പെട്ടവരെ? നല്ലതായ യേശുവിനെ നിങ്ങൾ കൈക്കൊള്ളാമോ? യേശു ആരിലും ഉന്നതൻ, ആരിലും ശ്രേഷ്ഠൻ, 1000-10,000 പേരിൽ സുന്ദരൻ. ദൈവത്തിന് സ്തോത്രം. അവൻ 10,000-ങ്ങളിൽ ശ്രേഷ്ഠൻ. എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പും കലർന്നവൻ. അവൻ 1000-ങ്ങളിൽ സുന്ദരൻ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ക്രിസ്തുവിൻ്റെ അരികത്തേക്ക് വന്നിരിക്കുന്നു. അവൻ്റെ തൃക്കരത്തിൽ, അവൻ്റെ കയ്യിൽ മുറിവേറ്റ പാടുണ്ട്. അവൻ്റെ തൃക്കരത്തിൽ ആ പാടുണ്ട്. ആ പാടിൽ തിരരക്തമുണ്ട്. തുളിച്ചു വരും തിരരക്തം നിങ്ങളുടെ നെറ്റിയിൽ പതിയുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയായി നിങ്ങൾ പറയുമ്പോൾ യേശുവിൻ്റെ തൃക്കരം നിങ്ങളുടെ തലമേൽ വയ്ക്കും. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങളെ ആനന്ദിപ്പിക്കും. നിങ്ങൾക്ക് ആനന്ദം തരും.
നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റും, ഭാരങ്ങൾ മാറ്റും, ആകുലങ്ങൾ മാറ്റും. നിങ്ങളുടെ തോളിൽ നിന്ന് ചുമട് മാറ്റിത്തരും. നിങ്ങൾക്ക് ആനന്ദകരമായ അനുഭവങ്ങൾ തരും. സ്വർഗീയ സന്തോഷത്തിലേക്ക് നിങ്ങൾ ചേർക്കും. സ്വർഗീയ സമാധാനം നിങ്ങൾക്ക് തരും. അങ്ങനെ നിങ്ങൾക്ക് യേശുവിനെ കൈക്കൊള്ളാൻ തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾക്ക് പറയാം. കരുണയുള്ള കർത്താവേ, നീ എന്നോട് മനസ്സറിയണമേ. എൻ്റെ യേശുവേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. എൻ്റെ കർത്താവേ, പാപത്തിൽ മരിച്ച എനിക്ക് ജീവൻ തരണമേ. എൻ്റെ കർത്താവേ, എന്നെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കണമേ. യേശുവേ, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. വിശുദ്ധനെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. വിശുദ്ധനെ ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞവർ മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. വാസ്തവമായി തീരുന്നുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം ഒട്ടഹസിച്ച് പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെടനും സ്തുതിക്കപ്പെടനുമാകുന്നു. ആദി മുതൽ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണ്ണമായ സുദിനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മക്കളോട് തൊട്ടതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മാലാഖമാർ ഞങ്ങൾക്ക് ചുറ്റും നിന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥാ, പുതിയ ജീവിതം നയിക്കാനുള്ളതായ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എൻ്റെ പ്രിയ മക്കൾക്ക് നൽകണമേ കർത്താവേ. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ ഇവരെ പിന്തുടരണമേ. എല്ലാ കൃപകളിലും നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തവന് വേണ്ടി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.